നമസ്തേ, ഹാപ്പി മാത്സ് അവറിലേക്ക് സ്വാഗതം. ഞാൻ ആരതി. ഈ ക്ലാസ്സിൽ നമുക്ക് ചാപ്റ്റർ 1 സെറ്റ്സിൽ എക്സസൈസ് 1.4 ക്വസ്റ്റ്യൻ നമ്പർ 6 സോൾവ് ചെയ്യാം. എക്സസൈസ് 1.4ന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും അതുപോലെ തന്നെ എൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. എൻ്റെ ക്ലാസ് ഇഷ്ടമായാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതെനിക്കൊരു സന്തോഷവുമാണ്, കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷനുമാണ്. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 6, ഫൈൻഡ് എ ഇന്റർസെക്ഷൻ ബി. നമുക്കിവിടെ സെറ്റ് എയും തന്നിട്ടുണ്ട്, സെറ്റ് ബിയും തന്നിട്ടുണ്ട്. നമുക്കിതിന്റെ എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കണം. എ ഇന്റർസെക്ഷൻ ബി എന്താണ്? സെറ്റ് എയിലെയും സെറ്റ് ബിയിലെയും കോമൺ ആയിട്ടുള്ള എലിമെന്റ്സിന്റെ സെറ്റിനെയാണ് നമ്മൾ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. 7 സെറ്റ് എയിലും സെറ്റ് ബിയിലും കോമൺ ആണ്. 9ഉം സെറ്റ് എയിലും സെറ്റ് ബിയിലും കോമൺ ആണ്. 11ഉം സെറ്റ് എയിലും സെറ്റ് ബിയിലും കോമൺ ആണ്. അപ്പോൾ എ ഇന്റർസെക്ഷൻ ബി നമുക്ക് എന്തെന്ന് കിട്ടും? എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു സെറ്റ് 7, 9, 11. ഇതാണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 6, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ബി ഇന്റർസെക്ഷൻ സി. ഇത് നമ്മുടെ സെറ്റ് ബി, ഇത് സെറ്റ് സി. ഇനി സെറ്റ് ബിയിലും സെറ്റ് സിയിലും കോമൺ ആയിട്ടുള്ള എലിമെന്റ്സ് ഏതാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. 11 സെറ്റ് ബിയിലും സെറ്റ് സിയിലും കോമൺ ആണ്. 13ഉം സെറ്റ് ബിയിലും സെറ്റ് സിയിലും കോമൺ ആണ്. അപ്പോൾ നമുക്ക് ബി ഇന്റർസെക്ഷൻ സി എന്ത് കിട്ടും? ബി ഇന്റർസെക്ഷൻ സി ഈക്വൽ ടു സെറ്റ് 11, 13. ഇതാണ് ആൻസർ. Question number 6, find A intersection C intersection D. ഇതാണ് നമ്മുടെ സെറ്റ് എ, ഇത് സെറ്റ് സി, ഇത് സെറ്റ് ഡി. നമുക്ക് ആദ്യം എ ഇന്റർസെക്ഷൻ സി കണ്ടുപിടിക്കാം. അതായത് സെറ്റ് എയിലും സെറ്റ് ബിയിലും കോമൺ ആയിട്ടുള്ള എലിമെന്റ്സിന്റെ സെറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് ആ കോമൺ എലിമെന്റിനെ ഒന്ന് ഐഡന്റിഫൈ ചെയ്തേക്കാം. 11 ആണ് എയ്ക്കും സിക്കും കോമൺ ആയിട്ടുള്ള എലിമെന്റ്സ്. വേറെ എലിമെന്റ്സ് ഒന്നും തന്നെ കോമൺ ആയിട്ടില്ല. അപ്പോൾ എ ഇന്റർസെക്ഷൻ സി നമുക്ക് എന്ത് എഴുതി കൊടുക്കാം? 11 എഴുതി കൊടുക്കാം. ഇനി നമുക്ക് ഈ എ ഇന്റർസെക്ഷൻ സിയുടെയും ഡിയുടെയും കൂടെ ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കണം. അതായത് എ ഇന്റർസെക്ഷൻ സി ഇന്റർസെക്ഷൻ ഡി. നോക്കിക്കേ, ഈ എ ഇന്റർസെക്ഷൻ സിക്കും ഡിക്കും കോമൺ ആയിട്ട് എലിമെന്റ്സ് ഒന്നുമില്ല, അല്ലെ? എ ഇന്റർസെക്ഷൻ സിയിലെ എലിമെന്റ് എന്ന് പറഞ്ഞാൽ 11 ആണ്, ഡിയിലെ എലിമെന്റ് എന്ന് പറഞ്ഞാൽ 15ഉം 17ഉം ആണ്. അപ്പൊ നമുക്ക് കോമൺ എലിമെന്റ്സ് ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതി കൊടുക്കാം? എ ഇന്റർസെക്ഷൻ സി ഇന്റർസെക്ഷൻ ഡി ഈക്വൽ ടു നൾ സെറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 6ലെ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് എ ഇന്റർസെക്ഷൻ സി. ഇതാണ് നമ്മുടെ സെറ്റ് എ, ഇത് നമ്മുടെ സെറ്റ് സി. ഇനി സെറ്റ് എയിലും സെറ്റ് സിയിലും കോമൺ ആയിട്ടുള്ള എലിമെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 11 ആണ് സെറ്റ് എയിലും സെറ്റ് സിയിലും കോമൺ ആയിട്ടുള്ളത്. വേറെ എലിമെന്റ്സ് ഒന്നും തന്നെ സെറ്റ് എയ്ക്കും സിക്കും കോമൺ ആയിട്ടില്ല. സോ വാട്ട് ഈസ് ആൻസർ? എ ഇന്റർസെക്ഷൻ സി ഈക്വൽ ടു സെറ്റ് 11. ക്വസ്റ്റ്യൻ നമ്പർ 6ലെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ബി ഇന്റർസെക്ഷൻ ഡി. ഇതാണ് നമ്മുടെ സെറ്റ് ബി, ഇത് സെറ്റ് ഡി. നോക്കിക്കേ, സെറ്റ് ബിക്കും സെറ്റ് ഡിക്കും നമുക്ക് കോമൺ ആയിട്ട് എലിമെന്റ്സ് ഒന്നുമില്ല. സെറ്റ് ബിയിലെ എലിമെന്റ്സ് എന്തൊക്കെയാ? 7, 9, 11, 13. സെറ്റ് ഡിയിലെ എലിമെന്റ്സ് എന്താണ്? 15ഉം 17ഉം. സോ നോ കോമൺ എലിമെന്റ്സ്. അപ്പൊ നമ്മൾ എന്ത് എഴുതി കൊടുക്കാം? ബി ഇന്റർസെക്ഷൻ ഡി ഈക്വൽ ടു നൾ സെറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 6ലെ 6th ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. ഇത് നമ്മുടെ സെറ്റ് എ, ഇത് നമ്മുടെ സെറ്റ് ബി, ഇത് സെറ്റ് സി. ആദ്യം നമുക്ക് ബി യൂണിയൻ സി കണ്ടുപിടിക്കാം. എന്താണ് ബി യൂണിയൻ സി? സെറ്റ് ബിയിലെ എലിമെന്റ്സ് ആദ്യം എഴുതാം. 7, 9, 11, 13. ഇനി സെറ്റ് സിയിലെ എലിമെന്റ്സ് എഴുതാം. 11ഉം 13ഉം റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, 15 മാത്രം എഴുതിയാൽ മതിയാവും. ഇതാണ് ബി യൂണിയൻ സി. ഇനി നമുക്ക് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി കണ്ടുപിടിക്കാം. ഈ ബി യൂണിയൻ സിക്കും എയ്ക്കും കോമൺ ആയിട്ടുള്ള എലിമെന്റ്സ് ഏതായിരുന്നു നമുക്ക് നോക്കാം. നോക്കിക്കേ, 7 എന്ന് പറയുന്ന എലിമെന്റ് എയ്ക്കും ബി യൂണിയൻ സിക്കും കോമൺ ആണ്. അതുപോലെ 9ഉം എയ്ക്കും ബി യൂണിയൻ സിക്കും കോമൺ ആണ്. 11ഉം എയ്ക്കും ബി യൂണിയൻ സിക്കും
കോമൺ ആണ് അല്ലെ? അപ്പോൾ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ ആൻസർ നമുക്ക് എന്തെന്ന് കിട്ടും? സെറ്റ് 7, 9, 11. ഇതാണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 6ലെ 7th ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് എ ഇന്റർസെക്ഷൻ ഡി. ഇത് നമ്മുടെ സെറ്റ് എ, ഇത് നമ്മുടെ സെറ്റ് ഡി. സെറ്റ് എയിലെ എലിമെന്റ്സ് നോക്കിക്കേ, ആരൊക്കെയാണ്? 3, 5, 7, 9, 11. സെറ്റ് ഡിയിലെ എലിമെന്റ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. 15ഉം 17ഉം. അതായത് എയ്ക്കും ഡിക്കും കോമൺ ആയിട്ട് എലിമെന്റ്സ് ഒന്നുമില്ല. അപ്പൊ നമ്മൾ എന്താ എഴുതുക? എ ഇന്റർസെക്ഷൻ ഡി ഈക്വൽ ടു നൾ സെറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 6ലെ 8th ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ ഡി. ഇതാണ് നമ്മുടെ സെറ്റ് ബി, ഇത് നമ്മുടെ സെറ്റ് ഡി. ഇനി എന്താണ് ബി യൂണിയൻ ഡി? ബി യൂണിയൻ ഡി ഈക്വൽ ടു, ആദ്യം ഞാൻ സെറ്റ് ബിയിലെ എലിമെന്റ്സ് എഴുതാണ്. 7, 9, 11, 13. ഇനി സെറ്റ് ഡിയിലെ എലിമെന്റ്സ് എഴുതാണ്. 15, 17. ഇതാണ് നമ്മുടെ ബി യൂണിയൻ ഡി. ഇനി ഈ ബി യൂണിയൻ ഡിയും എയും കൂടിയിട്ടുള്ള ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്താണെന്ന് നോക്കാം. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ ഡി. ഇവിടെ നോക്കിക്കേ, 7 എന്ന് പറഞ്ഞ എലിമെന്റ് എയ്ക്കും ബി യൂണിയൻ ഡിക്കും കോമൺ ആയിട്ടുണ്ട്. 9 എന്ന് പറഞ്ഞ എലിമെന്റും എയ്ക്കും ബി യൂണിയൻ ഡിക്കും കോമൺ ആയിട്ടുണ്ട്. 11 എന്ന് പറഞ്ഞ എലിമെന്റും എയ്ക്കും ബി യൂണിയൻ ഡിക്കും കോമൺ ആയിട്ടുണ്ട്. അപ്പോ നമ്മുടെ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ ഡിയുടെ ആൻസർ എന്താണ്? സെറ്റ് 7, 9, 11. ക്വസ്റ്റ്യൻ നമ്പർ 6ലെ 9th ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. ആദ്യം നമുക്ക് എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കാം. എന്താണ് എ ഇന്റർസെക്ഷൻ ബി? ഇതാണ് നമ്മുടെ സെറ്റ് എ, ഇത് നമ്മുടെ സെറ്റ് ബി. കോമൺ എലിമെന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാം. 7 എയ്ക്കും ബിക്കും കോമൺ ആണ്, 9 എയ്ക്കും ബിക്കും കോമൺ ആണ്, 11ഉം എയ്ക്കും ബിക്കും കോമൺ ആണ്. So what is A intersection B? A intersection B equal to set 7, 9, 11. Okay. ഇനി നമുക്ക് B union C കണ്ടുപിടിക്കാം. What is B union C? B union C equal to, ഇതാണ് നമ്മുടെ സെറ്റ് B, ഇത് സെറ്റ് C. യൂണിയൻ എഴുതുമ്പോൾ ആദ്യം ഞാൻ ബിയിലെ എലിമെന്റ്സ് എഴുതാണ്. 7, 9, 11, 13. ഇനി സിയിലെ എലിമെന്റ്സ് എഴുതാണ്. 11, 13 റിപ്പീറ്റ് ചെയ്യുന്നില്ല, 15 മാത്രം എഴുതിയാൽ മതി. ഇതാണ് നമ്മുടെ ബി യൂണിയൻ സി. ഇനി നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി കണ്ടുപിടിക്കാനാണ്. അതായത് ഈ രണ്ട് സെറ്റിന്റെ ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കണം. നമുക്ക് കോമൺ എലിമെന്റ്സ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം. 7 എയ്ക്കും ബിക്കും കോമൺ ആണ്, 9ഉം എയ്ക്കും ബിക്കും കോമൺ ആണ്, 11ഉം എയ്ക്കും ബിക്കും കോമൺ ആണ്. അപ്പോൾ നമുക്ക് ആൻസർ എന്താ കിട്ടുക? സെറ്റ് 7, 9, 11. ഇതാണ് ആൻസർ. ഇതൊക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രം മതി. ക്വസ്റ്റ്യൻ നമ്പർ 6ലെ 10th ക്വസ്റ്റ്യൻ. ഫൈൻഡ് എ യൂണിയൻ ഡി ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. ആദ്യം നമുക്ക് എ യൂണിയൻ ഡി കണ്ടുപിടിക്കാം. ഇതാണ് നമ്മുടെ സെറ്റ് എ, ഇത് സെറ്റ് ഡി. What is A union D? A union D equal to set 3, 5, 7, 9, 11. ഇനി സെറ്റ് ഡിയിലെ എലിമെന്റ്സ് എഴുതി കൊടുക്കാം. 15, 17. ഇതാണ് A യൂണിയൻ D. ഇനി നമുക്ക് B യൂണിയൻ C കണ്ടുപിടിക്കാം. എന്താണ് B യൂണിയൻ C എന്ന് നോക്കാം. ഇത് നമ്മുടെ സെറ്റ് B, ഇത് നമ്മുടെ സെറ്റ് C. B union C equal to 7, 9, 11, 13, 15. ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഈ A യൂണിയൻ ഡിയുടെയും B യൂണിയൻ സിയുടെയും കൂടെ ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് കോമൺ എലിമെന്റ്സ് ഐഡന്റിഫൈ ചെയ്യാം. 7 രണ്ട് സെറ്റിലും കോമൺ ആണ്, 9 രണ്ട് സെറ്റിലും കോമൺ ആണ്, 11 രണ്ട് സെറ്റിലും കോമൺ ആണ്, അതുപോലെ 15ഉം രണ്ട് സെറ്റിലും കോമൺ ആണ്. സോ വാട്ട് ഇസ് ദ ഫൈനൽ ആൻസർ? A union D
intersection B union C equal to set 7, 9, 11, 15. Okay, ഇതാണ് ആൻസർ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.